11th schedule Panchayat, 12th schedule Urban and Local Self-Government. കഴിഞ്ഞോ? അത്രയും വായിച്ചാൽ പോരെ സാർ? അവിടെ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നേ? പേജ് നമ്പർ എത്ര പറഞ്ഞേ? 442. സ്പെഷ്യൽ പവേഴ്സ് ഓഫ് പ്രസിഡന്റ് അല്ലേ? ഇന്ത്യൻ പ്രസിഡന്റിന്റെ പ്രത്യേക അധികാരം. The president enjoys the power to make orders of person under the preventive detention in certain cases. എന്തുവാ preventive detention? കരുതൽ തടങ്കൽ. കേരളത്തിൽ 2 ദിവസത്തെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെ കരുതൽ തടങ്കലിൽ കസ്റ്റഡിയിലുണ്ട്. അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ വരുമ്പോൾ 373 അനുസരിച്ച് എന്ത് ചെയ്യും? കരുതൽ തടങ്കലിൽ. മനസ്സിലായോ? The scheduled the constitution, first schedule, territorial demarcation of the states and union territories, 28 states and 27 union territories. First schedule എന്താ പറഞ്ഞേ? Territories demarcate the states and union territories. 28 സ്റ്റേറ്റും 7 കേന്ദ്രഭരണ പ്രദേശവും. States of Orissa was altered as Odisha. ഒറീസ എന്ന സംസ്ഥാനത്തിനെ ഒഡീഷ എന്ന സംസ്ഥാനമാക്കി മാറ്റി. ആൾട്ടറേഷൻ ഓഫ് ന്യൂ ആക്ട് 2011. പുതിയ ആക്ട് 2011 പ്രകാരമാണ് ഒറീസയെ എന്താക്കിയത്? ഒഡീഷയാണ്. അതിൻ്റെ കാര്യം എന്താണ്? ദേശീയവൽക്കരിക്കുക അല്ലേ? ബ്രിട്ടീഷുകാർക്ക് വഴങ്ങാത്തത് കൊണ്ടാണ് ഒറീസയാക്കിയത്. ബ്രിട്ടീഷുകാരിവിടുന്ന് പോയി ഇത്രയും നാളായപ്പോഴത്തേന് നമ്മളിനി ഇംഗ്ലീഷൊക്കെ കളഞ്ഞിട്ട് ദേശീയവൽക്കരിക്കണമെന്ന് പറയും. എങ്കിലും ദേശീയവൽക്കരിക്കുന്ന ആൾക്കാരെല്ലാം ഈ വസ്ത്രം അടക്കം വിദേശ സാധനങ്ങളെ ഉപയോഗിക്കും. പേന വിദേശം, ഉപയോഗിക്കുന്ന വസ്ത്രം വിദേശം. മനസ്സിലായോ? കാറ് വിദേശം നിർത്തി, സാങ്കേതിക വിദ്യ വിദേശം നിർത്തി. The second scheduled president, governors of states, speakers, deputy speakers, judges and auditor general and controller and auditor general ഇവരെല്ലാവരെയും അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ്. ഇത് പ്രകാരം സെക്കൻഡ് ഷെഡ്യൂൾഡ് പ്രകാരം പ്രസിഡന്റ് ആരെയൊക്കെ അപ്പോയിൻമെൻറ്റ് ചെയ്യും? ഗവർണറെ അപ്പോയിൻമെൻറ്റ് ചെയ്യും, സ്പീക്കറെ അപ്പോയിൻമെൻറ്റ് ചെയ്യും, ഡെപ്യൂട്ടി സ്പീക്കറെ അപ്പോയിൻമെൻറ്റ് ചെയ്യും, ജഡ്ജസിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യും, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ജഡ്ജസ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. പിന്നെ ജില്ലാ ജഡ്ജിയാണ് ജഡ്ജ് എന്ന് പറയുന്നത്. ബാക്കി ആരും ജഡ്ജല്ല. മുനിസിപ്പും മജിസ്ട്രേറ്റും പിന്നെ സബ് ജഡ്ജും ഒക്കെയാണ് ഉള്ളത്. മനസ്സിലായോ? ജഡ്ജ്. ജില്ലാ ജഡ്ജിമാർ മുതൽ താഴേക്കുള്ളവരെ അപ്പോയിൻമെൻറ്റ് ചെയ്ത് ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്. മനസ്സിലായോ? ഫോം ഓഫ് ഓത്ത് ഓഫ് അഫർമേഷൻ. തേർഡ് ഷെഡ്യൂൾ അനുസരിച്ച് എന്താണ്? പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയുടെ ഫോം എന്താണ്? ഗവർണറുടെ സത്യപ്രതിജ്ഞയുടെ ഫോം എന്താണ്? പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞയുടെ ഫോം എന്താണ്? അങ്ങനെ സത്യപ്രതിജ്ഞയുടെ ഫോം പറയുന്നതാണ് തേർഡ് ഷെഡ്യൂൾ. അടുത്തത് ഫോർത്ത് ഷെഡ്യൂൾ. അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ഇൻ രാജ്യസഭ. രാജ്യസഭയിൽ മൊത്തം 233 സീറ്റുകളുണ്ട്. ആ 233 സീറ്റുകൾ എങ്ങനെയൊക്കെയാണ് വിഭജിച്ചിരിക്കുന്നത് എന്നാണ് എവിടെ പറയുന്നത്? ഫോർത്ത് ഷെഡ്യൂൾ. ഒന്നാമത്തെ ഷെഡ്യൂൾ എന്ത് പറയുന്നു? ടെറിട്ടറി എന്താണ്? ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? ഇന്ത്യയിൽ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് എന്നാണ് എവിടെ പറയുന്നത്? ഫസ്റ്റ് ഷെഡ്യൂൾ. സെക്കൻഡിൽ എന്ത് പറയുന്നു? ഗവർണറെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന ആരാണ്? സ്പീക്കറെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന ആരാണ്? ഡെപ്യൂട്ടി സ്പീക്കറെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന ആരാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അപ്പോയിൻമെൻറ്റ് ആരാണ് എന്നാണ് എവിടെ പറയുന്നത്? സെക്കൻഡ് ഷെഡ്യൂൾ.
മൂന്നാം ഷെഡ്യൂൾ പറയുന്നത് എന്താണ്? ഫോം ഓഫ് ഓത്ത് ഓഫ് അഫർമേഷൻ, സത്യപ്രതിജ്ഞാ വാചകം എങ്ങനെയായിരിക്കും എന്നാണ് എവിടെ പറയുന്നത്? തേർഡ് ഷെഡ്യൂൾ. ഫോർത്ത് ഷെഡ്യൂൾ എന്ന് പറയുന്നത് അലോക്കേഷൻ ഓഫ് സീറ്റ് ഇൻ രാജ്യസഭ, രാജ്യസഭയിൽ എങ്ങനെയാണ് സീറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഫിഫ്ത്ത് ഷെഡ്യൂൾ, അഞ്ചാം ഷെഡ്യൂൾ പറയുന്നു അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഏരിയ, പട്ടികജാതി പ്രദേശങ്ങൾ, പട്ടികജാതിക്കാർ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ, 51% പട്ടികജാതിക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങൾ, 51% പട്ടികവർഗക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങൾ, അവിടെ ആരാണ് എങ്ങനെയാണ് ഭരണം നടത്തുന്നത്. അടുത്ത് the fifth scheduled administration and control of the scheduled areas and scheduled tribe areas. Sixth schedule administration of tribal areas in northeastern state. ട്രൈബൽ ഏരിയ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ എങ്ങനെയാണ് ഭരണം നടത്തുന്നത് എന്നാണ്. ഏതാ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? ആസാമും മേഘാലയൊക്കെ കിടക്കുന്ന ചെറിയ ചെറിയ സംസ്ഥാനങ്ങൾ കിടക്കുന്ന പ്രദേശങ്ങൾ. അത് അടുത്തത് സെവൻത് ഷെഡ്യൂൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് സബ്ജക്ട് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. കേന്ദ്ര ഗവൺമെൻറ് ഏതിലൊക്കെ എന്ത് നടത്തണം? നിയമനിർമ്മാണം നടത്തണം. സംസ്ഥാന ഗവൺമെൻറ് ഏതിലൊക്കെ നിയമനിർമ്മാണം നടത്തണം. രണ്ടു പേർക്കും കൂടെ അധികാരമുള്ള ഏതൊക്കെയാണ്? അപ്പോൾ കേരളയിൽ ഓടിക്കണം. കേരളത്തിൽ നേരെ അനുവാദം വാങ്ങാൻ എവിടെ പോയി? സെൻട്രൽ ഗവൺമെൻറ് എടുത്തു. ഞാനൊരു റെയിൽ ഓടിച്ചോട്ടെ. അപ്പോൾ റെയിൽവേ ആരുടെ വകുപ്പാ? കേന്ദ്ര സർക്കാരിൻ്റെ വകുപ്പ്. മനസ്സിലായോ? മനസ്സിലായി. എയ്ത്ത് ഷെഡ്യൂൾ, എട്ടാം പട്ടികയിൽ ലാംഗ്വേജ്, 22 ലാംഗ്വേജ് ആണ് ഇന്ത്യയിലെ ഔദ്യോഗികമായ ഭാഷ, 22 ഭാഷ. അതിൽ 92nd അമെൻമെൻറ്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആഡഡ് മൈതാലി, മൈഥിലി, സന്താലി, ബോഡോ, ഡോങ്ക്രി, ഈ 4 ഭാഷകൾ 4 ന്യൂ ലാംഗ്വേജസ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ 96th അമെൻമെൻറ്റ്. 96th അല്ലേ? Act 2011, the Oriyan language was altered as Oriya. ഏതാണ്? ഒറിയ എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഒഡിയ എന്നാണ്. Alien laws and regulations saved for judicial review. മറ്റ് നിയമങ്ങളെല്ലാം അലിയറ്റ് ലോസ്, പ്രധാന നിയമങ്ങളിൽ നിന്നുള്ള അലിയറ്റ് നിയമങ്ങളെല്ലാം it is considered as judicial review. എന്താ ജുഡീഷ്യൽ റിവ്യൂ? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുന്ന നിയമങ്ങളാണ് ജുഡീഷ്യൽ റിവ്യൂ. മനസ്സിലായോ? The 10th schedule, disqualification on the ground of defection. This schedule follows latest development by 91st Amendment to the Constitution in 2003. Disqualification on the ground of defection, anti-defection. പൂർവ്വമാറ്റ നിരോധന നിയമത്തിൻ്റെ പ്രാബല്യത്തിൽ ഒരാൾ ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യും. അത് ഏത് ഷെഡ്യൂളിൽ പെടുത്തിയിട്ടുണ്ട്? ഇറ്റ് ഈസ് ദ ഷെഡ്യൂൾഡ് ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് 91st അമെൻമെൻറ്റ്. അത് ഏതാ? 10ാമത്തെ ഷെഡ്യൂൾ. ഏറ്റവും അവസാനം 10ാമത്തെ ഷെഡ്യൂൾ അമെൻമെൻറ്റ് വന്ന അവിടെ തീയ പോയോ? പിന്നെ 11th ഷെഡ്യൂൾ 11ാം പട്ടിക പഞ്ചായത്ത്, 12ാം പട്ടിക അർബൻ ആൻഡ് ലോക്കൽ സെക്ടർ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ. എത്ര പട്ടികയുണ്ട് മൊത്തം? 12. എത്ര പാർട്ടുണ്ട്? 22 പാർട്സ് ആൻഡ് 12 ഷെഡ്യൂൾ. യെസ്. ആ നിയമങ്ങളൊന്ന് വായിച്ചേക്കാം. Special power of President.
The President enjoys the power to make order in respect of persons under the preventive detention in certain cases. Article 373. Schedules to the Constitution. First schedule. Territorial demarcation of states and union territories. 28 states and 7 union territories. State of Orissa was allotted as Odisha by Orissa Allocation of Name Act 2011. Second schedule. President, governors of states, speakers, deputy speakers, judges, controller and auditor general, etc. Third schedule, forms of oath or affirmation. Fourth schedule, allocation of seats in Rajya Sabha, total 233 seats. Fifth schedule, administration and control of scheduled areas and scheduled rights. Sixth schedule, administration of tribal areas in northeast states. Seventh schedule, union list, state list and concurrent list. Distribution of legislative subjects between union and state. Eight scheduled languages, now 22 languages. 92nd Amendment to the Constitution added Maithili, Santali, Bodo, and Dogri as four new languages. By Constitution 96th Amendment Act 2011, the Oriya language was allotted as Odia. Ninth schedule, allied laws and regulations saved for judicial review. Tenth schedule, disqualification on the ground of defection. This schedule followed the latest development by 91st Amendment to the Constitution in 2003. 11th schedule, Panchayat. 12th schedule, urban and local self-government. Yes. Otherwise, important articles and schedule at a glance. Important articles and schedules at a glance. Article 1, Name and Territory of Union of India. Article 2, New States. Article 5, Citizenship. Article 14, Equality before law. Article 15, Prohibition of discrimination. Article 17, Abolition of untouchability. Article 19, Freedom of speech. Article 21, Protection of life and personal liberty. Article 21A, Right to education. Article 32, Right to move. Supreme Court for enforcement of fundamental rights. Article 39, Directive principles of state policy. Article 39A, Equal justice and free legal aid. Article 41, Right to work. Uh, right to work. Article 44, Uniform Civil Code. Article 45, Provision for free and compulsory education. Article 48A, Protection of environment. Article 51A, Fundamental duties. Article 75, Subclause 1A, Number of ministers of Union. Article 123, Ordinance by President. Article 124, Supreme Court. Article 141, Law declared by Supreme Court to be binding by all courts. Article 164, Subclause 1A, Number of ministers in a state. Article 215, High Court is the court of record. Article 300A, Right to property. Article 341 and 342, Scheduled caste and scheduled tribes. Article 352, Emergency provisions. Article 370, Special provisions for State of Jammu and Kashmir. Schedule 1, Names of states and union territories. Schedule 7, Union list, state list and concurrent list. Schedule 8, Languages. Schedule 10, Disqualification on the ground of defection. Yes. Important articles and scheduled at a glance. Article 1. ഇതൊക്കെ കാണാൻ പഠിക്കണം കേട്ടോ. നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ. പേരും അതിർവരമ്പുകളും. ആർട്ടിക്കിൾ 2, ന്യൂ സ്റ്റേറ്റ്സ്. പുതിയ സംസ്ഥാനങ്ങളെ ഉണ്ടാക്കാം. ഒരു സംസ്ഥാനത്തിനെ വെട്ടിമുറിച്ച് രണ്ടാക്കാം. പല സംസ്ഥാനങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർന്ന് പുതിയ സംസ്ഥാനങ്ങളുണ്ടാക്കാം. പിന്നെ പുതിയതായി ചില ഭൂപ്രദേശങ്ങൾ പിടിച്ചടക്കിയാൽ പുതിയ സംസ്ഥാനങ്ങൾ. ആർട്ടിക്കിൾ 5, സിറ്റിസൺഷിപ്പ്. 5 മാത്രമല്ല കേട്ടോ, 5 to എത്രയാ,
11 citizenship. 14 equality before law. അവിടെ മുതൽ 12 to 35 ഫണ്ടമെന്റൽ റൈറ്റ്. അതിൽ വരുന്നതാണ് 14 ഇക്വാളിറ്റി ബിഫോർ ലോ. ആർട്ടിക്കിൾ 15 പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ, തരം തിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ ഓഫ് എനി സ്റ്റേറ്റ് ഈസ് അബോളിഷ്ഡ്. ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് സ്പീച്ച്, ഇതിനകത്താണ് പത്രസ്വാതന്ത്ര്യം വരുന്നത്. ആർട്ടിക്കിൾ 19 പത്രസ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19 മാത്രമേ പത്രസ്വാതന്ത്ര്യം ഉള്ളൂ, അല്ലാതെ പത്രത്തിന് പ്രത്യേക സ്വാതന്ത്ര്യമുണ്ട്. ആർട്ടിക്കിൾ 21 ഫ്രീഡം ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, നോ വൺ ക്യാൻ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി അക്കോർഡിംഗ് ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ലോ എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21A റൈറ്റ് ടു എഡ്യൂക്കേഷൻ, എവിടെ മുതൽ എവിടം വരെയാ? 6 മുതൽ 14 വയസ്സ് വരെയുള്ളവർക്ക് എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ. യൂണിഫോം സിവിൽ കോഡ്, സോറി, പിന്നെ എത്ര? ആർട്ടിക്കിൾ 32 റൈറ്റ് ടു മൂവ് സുപ്രീം കോർട്ട് ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്. അതിന് നമ്മളെന്ത് പറയും? ജുഡീഷ്യൽ റിവ്യൂ. Constitutional remedies. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്താൽ നേരെ സുപ്രീം കോടതി പോകാം. ആർട്ടിക്കിൾ 39 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, എവിടെ മുതൽ എവിടം വരെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി? 36 to 51. 51 വരെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ്. അതിൽ 39 പറയുന്നു എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി 39A പറയുന്നു ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ, സൗജന്യ നിയമസഹായവും തുല്യനും. അത് കോടതി പോകാൻ പറ്റുമോ? എനിക്ക് സൗജന്യ നിയമസഹായം കിട്ടില്ല എന്ന് പറഞ്ഞു പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റിഷ്യബിൾ റൈറ്റ്, ഇറ്റ് ഈസ് ഓൺലി ഡയറക്ഷൻ ടു ദ ഗവൺമെന്റ്. ആർട്ടിക്കിൾ 41 റൈറ്റ് ടു വർക്ക്, ജോലി ചെയ്യാനുള്ള അവകാശം, റൈറ്റ് ടു വർക്ക്. അടുത്തത് ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ. നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് പറയുന്നതാണ് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം. ആ 44 നടപ്പാക്കണമെന്നാണ് പറയുന്നത്. അപ്പം 43 വരെ നടപ്പാക്കണോ? വേണ്ട, അവർ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയാണ്. വിവാദമായ പ്രശ്നങ്ങൾ മാത്രം നമുക്ക് കൈകാര്യം ചെയ്യുന്നു, അല്ലാതെ ഇക്വാളിറ്റി ബിഫോർ ലോ ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി, ഇതൊന്നും നടപ്പാക്കണോ താല്പര്യം. ആർട്ടിക്കിൾ 39 എന്താണ്? അക്യുമുലേഷൻ ഓഫ് വെൽത്ത്. ഒരാളുടെ ഇന്ത്യയിലെ ഒരാളുടെ കയ്യിൽ, ചിലരുടെ കയ്യിലേക്ക് സ്വത്ത് സമ്പാദിക്കാൻ കൂടാൻ പാടില്ല എന്ന് പറയുന്നത് നടപ്പാക്കണ്ട. ആർട്ടിക്കിൾ 44 നടപ്പാക്കണം. 45 പ്രൊവിഷൻ ഫോർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, ഫ്രീ എഡ്യൂക്കേഷൻ, സൗജന്യ വിദ്യാഭ്യാസം. കമ്പൽസറി എഡ്യൂക്കേഷൻ, നിർബന്ധ വിദ്യാഭ്യാസം. എവിടം പോലെ എവിടം വരെയാണ്? 6 to 14, 15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസം സർക്കാർ വിറ്റു, സ്വകാര്യ മേഖലയ്ക്ക് വിറ്റു, വേണമെങ്കിൽ കാശ് കൊടുത്ത് പഠിക്കണം. അങ്ങനല്ലേ? അല്ലേ? അതെ. അതെ. ഈ സൗജന്യ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭരണഘടന പഠിക്കുമ്പോൾ നമുക്ക് രോമാഞ്ചമൊക്കെ ഉണ്ടാവും. പക്ഷെ 14 വയസ്സ് വരെ ഉള്ളെന്നും കൂടെ പഠിക്കുമ്പോഴാണ് കാര്യം മനസ്സിലാവും. അടുത്തത് പിന്നെന്താ പറഞ്ഞേ? ആർട്ടിക്കിൾ 48A പ്രൊട്ടക്ഷൻ ഓഫ് എൻവിയോൺമെന്റ്. എൻവിയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണം. എൻവിയോൺമെന്റ് ഏതാ? എൻവിയോൺമെന്റ് പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യണം. ആർട്ടിക്കിൾ 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എവിടുന്നാണ് എടുത്തേ? ഫണ്ടമെന്റൽ ഡ്യൂട്ടി കടം കൊണ്ടത് എവിടുന്നാ? റഷ്യയിൽ നിന്ന്. റഷ്യ. ഓക്കെ. ആർട്ടിക്കിൾ 75(1)A നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ യൂണിയൻ. 15% കൂടുതൽ മന്ത്രിമാർ പാടില്ല. എം പിമാരുടെ 15% പേര് മാത്രമേ മന്ത്രിമാരാകാൻ പാടുള്ളൂ. MLA-മാരുടെ 15% പേര് മാത്രമേ മന്ത്രിമാരാകാൻ പാടുള്ളൂ. പണ്ട് കൂട്ടുമന്ത്രിസഭയായിരുന്നു. അപ്പോൾ എല്ലാ ഘടകകക്ഷികൾക്കും 1, 2, 3 മന്ത്രിമാരെ കൊടുക്കേണ്ടി വന്നപ്പോൾ വിദ്യാഭ്യാസത്തിനൊരു മന്ത്രി,
അതിൽ ഹിസ്റ്ററിക്ക് വേറെ മന്ത്രി, മലയാളത്തിന് വേറെ മന്ത്രി, ഇങ്ങനെയൊക്കെ വെക്കേണ്ട അവസരം വന്നാൽ അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യും. ആരാ അമെൻമെൻറ്റ് ചെയ്തേ? BJP ഗവൺമെൻറ് അമെൻമെൻറ്റ് ചെയ്തു. വാജ്പേയി പറഞ്ഞു 100 MLA-മാരുണ്ടെങ്കിൽ 15 മന്ത്രിമാരുണ്ടാകും, കൂടുതലൊന്നും വേണ്ട. ഇപ്പോൾ ആം ആദ്മി പാർട്ടി പറഞ്ഞു, എന്താ പറഞ്ഞു? ഒരു MLA 10 വർഷം MLA ആയാലും 15 വർഷം MLA ആയാലും ഒറ്റ പെൻഷൻ മതി. ഒരാൾ 10 വർഷം മന്ത്രിയായിട്ടിരുന്നാലും 15 വർഷം മന്ത്രിയായിട്ടിരുന്നാലും 25 വർഷം മന്ത്രിയായിട്ടിരുന്നാലും ഒരൊറ്റ പെൻഷൻ മതി. 1 India 1 പെൻഷൻ. അത് മന്ത്രിക്ക് ബാധകമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നു. അപ്പൊ പല പാർട്ടികളുടെ പല പോളിസിയിൽ നിന്നാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റുകൾ വരുന്നത്. അടുത്തത് 123 ഓർഡിനൻസ് ബൈ പ്രസിഡന്റ്. 123 വളരെ കൃത്യമായി പഠിക്കണം. 123 123 ഓർഡിനൻസ് ബൈ പ്രസിഡന്റ്. 213 ഓർഡിനൻസ് ബൈ ഗവർണർ. ആർട്ടിക്കിൾ 124 സുപ്രീം കോർട്ട്. 124 പ്രകാരമാണ് സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ളത്. 123 പ്രകാരം പ്രസിഡന്റിന്റെ ലോ മേക്കിംഗ് പവർ ഓഫ് ദ പ്രസിഡന്റ്. 123 124 സുപ്രീം കോടതി. ഇതൊക്കെ കാണാൻ പഠിക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെ ഇതിന് വായിക്കുന്ന കേട്ടോണ്ടിരിക്കരുത്. 124 സുപ്രീം കോടതി. ആർട്ടിക്കിൾ 141 141 ലോ ഡിക്ലെയർഡ് ബൈ സുപ്രീം കോർട്ട് ഈസ് ദ കോർട്ട് ഓഫ് റെക്കോർഡ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സുപ്രീം കോടതി പറയുന്ന ജഡ്ജിമെന്റ് താഴെ എല്ലാ കോടതികൾക്കും ബാധകമാണ് എന്ന് മാത്രമല്ല, അനുസരിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റും. ദാറ്റ് ഈസ് കോർട്ട് ഓഫ് റെക്കോർഡ്. 141. അടുത്തത് ആർട്ടിക്കിൾ 164(1)(a). 164(1)(a) പ്രകാരം നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ എ സ്റ്റേറ്റ്. സംസ്ഥാനങ്ങളിൽ 15% കൂടുതൽ മന്ത്രിമാർ പാടില്ല. 140 MLA-മാർ 140 പൊളിറ്റിക്കൽ പാർട്ടിനാ വന്നെങ്കിൽ 140 പേര് MLA ആവട്ടെ. ആ പരിപാടി വേണ്ട. മനസ്സിലായോ? 15% പേര് മാത്രം മന്ത്രിയായി. ആർട്ടിക്കിൾ 215 ഹൈക്കോർട്ട് ഈസ് ദ കോർട്ട് ഓഫ് റെക്കോർഡ് ഇൻ ദി സ്റ്റേറ്റ്. ഒരു സംസ്ഥാനത്ത് ഹൈക്കോടതിയാണ് ഏറ്റവും വലിയ കോടതി എന്ന് മാത്രമല്ല, ഹൈക്കോടതിയുടെ ഉത്തരവിനെ അനുസരിച്ചില്ലെങ്കിൽ ഹൈക്കോടതിക്ക് ശിക്ഷിക്കാൻ അധികാരമുണ്ട്. അടുത്ത 300A എന്തോന്നാ? പ്രോപ്പർട്ടി റൈറ്റ്. വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ വക്കീലായതിനു ശേഷം ഒരു സിവിൽ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം നോക്കേണ്ട പ്രൊവിഷൻ 300A ആണ്. അല്ലാതെ CPC-യിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, കോൺട്രാക്റ്റിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, സീനിയർ വക്കീൽ എന്താ പറഞ്ഞത് എന്നല്ല നിങ്ങൾ നോക്കേണ്ടത്. ആദ്യം 300A പരിധിയിൽ വരുത്താൻ പറ്റുമോ? ഇത് പ്രോപ്പർട്ടി ആണോ? ആ പ്രോപ്പർട്ടിക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ കിട്ടുമോ? 300A പെടുത്തി നമുക്കത് വാദിക്കാൻ പറ്റുമോ? 300A പെടുത്തി വാദിക്കാൻ പറ്റിയാൽ നമ്മൾ ജയിച്ചു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആർട്ടിക്കിൾ 300A എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു പ്രോപ്പർട്ടിയാണ്. സ്വത്ത് സമ്പാദിക്കാനും കൈവശം വെക്കാനും കൈമാറ്റം ചെയ്യാനുള്ള അവകാശമാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി, അല്ലേ? എന്തും സ്വത്താണ്. കാരണം എന്റെ പുറകിൽ കാണുന്ന 2 കസേര അതെന്റെ സ്വത്താണ്, അല്ലേ? അതെ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയുമായിട്ട് സിവിൽ കോടതിയിലോ ക്രിമിനൽ കോടതിയിലോ തർക്കം വന്നാൽ ആർട്ടിക്കിൾ 300A പരിധിയിൽ വെച്ച് വാദിക്കാൻ പറ്റുമോ എന്നാണ് ഒരു വക്കീൽ എന്ന നിലയിൽ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു ജഡ്ജി എന്ന നിലയിൽ വിധി പറയേണ്ടത് 300A പരിധിയിൽപ്പെടുത്തിയില്ല. അങ്ങനെ 300A പരിധിയിൽപ്പെടുത്തി നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് വക്കീൽ എന്ന നിലയിൽ കോടതിയിൽ അവതരിപ്പിച്ചാൽ കോടതിക്ക് നമുക്ക് അനുകൂലമായി വിധി പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? We are making argument based on the Constitution of India. മനസ്സിലായോ? മനസ്സിലായി സർ. ആർട്ടിക്കിൾ 341 342 ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു കേസാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ
ഷെഡ്യൂൾ ട്രൈബുമായി ബന്ധപ്പെട്ട കേസാണ് നമ്മൾ നടത്തുമെങ്കിൽ ആദ്യം 341 342 കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇന്നലെ വരെ പറഞ്ഞ ജഡ്ജിമെന്റുകൾ നമുക്ക് അനുകൂലമായി ഉണ്ടോ എന്ന് നോക്കണം. പറയുന്ന മനസ്സിലായോ? ആർട്ടിക്കിൾ 352 എമർജൻസി പ്രൊവിഷൻ എന്താണ്? മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ, ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളിലേക്ക് സർക്കാരിന് കൈകടത്താനുള്ള അവകാശം. 352 എമർജൻസി പ്രൊവിഷൻ. 370 സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. അത് പഠിക്കേണ്ട, ഇപ്പോൾ ഇല്ല. ഷെഡ്യൂൾഡ് 1 നെയിം ഓഫ് ദ സ്റ്റേറ്റ് നമ്മൾ മുമ്പേ വായിച്ചില്ലേ, ഷെഡ്യൂൾഡ് 1. പിന്നെ ഷെഡ്യൂൾഡ് 7 യൂണിയൻ ലിസ്റ്റ് ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകർ ലിസ്റ്റ്. ഷെഡ്യൂൾഡ് 8 ലാംഗ്വേജ്. ഷെഡ്യൂൾഡ് 10 ഡിസ്ക്വാളിഫിക്കേഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഡിഫൻസ്. മനസ്സിലായോ? മനസ്സിലായി സാർ. ശരി, വായിച്ചോ. Important articles and schedules at a glance. Article 1. Name and territory of Union of India. Article 2. New states. Article 5. Citizenship. Article 14. Equality before law. Article 15. Prohibition of discrimination. Article 17. Abolition of untouchability. Article 19. Freedom of speech. Article 21. Protection of life and personal liberty. Article 21A. Right to education. Article 32. Right to move. Supreme Court for enforcement of fundamental rights. Article 39. Parity principle of state policy. Article 39A. Equal justice and free legal aid. Article 41. Right to work. Article 44. Union Civil Code. Article 45. Provision for free and compulsory education. Article 48A. Protection of environment. Article 51A. Fundamental duties. Article 75. 1A. Number of ministers of union. Article 123. Ordinance by President. Article 124. Supreme Court. Article 141. Law declared by Supreme Court to be binding by all courts. Article 161. Subclause 1A. Number of ministers in the state. Article 215. High Court is the court of record. Article 300A. Right to property. Article 341 and 342. Scheduled castes and scheduled tribes. Article 352. Emergency power provisions. Article 370. Special provision for the state of Jammu Kashmir. Schedule 1. Names of the states and union territories. Schedule 7. Union list, state list and concurrent list. Scheduled 8. Languages. Schedule 10. Disqualification on the ground of defection. Yes. അടുത്ത ഭാഗം ഒന്ന് വായിച്ചേ. റിലീസ് ആൻഡ് ലാൻഡ് മാർക്ക് ജഡ്ജ്മെന്റ്, റൈറ്റ് ടു പ്രൈവസി ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ആ ഒരു പേജ് ഫുൾ വായിക്കണോ? വേണ്ട, ആദ്യത്തെ 2 പാരഗ്രാഫ് വായിക്കണം, കുറച്ചിട്ടില്ല. Recent landmark judgments. Right of privacy is a fundamental right. Common case, a registered society versus Union of India. Date of judgment March 9, 2018. In this landmark judgment, the Supreme Court held that right to die with dignity is an intrinsic part of right to life under Article 21 of the Constitution of India. The court also legalized living will or advanced medical life under Article 21 Advanced Medical Directive. It is a set of written instructions given by an adult person of sound mind to provide for a situation where he gets in a vegetative state or becomes terminally ill with little or no chance of recovery or revival. Navtej Singh Johar versus Union of India. Date of judgment September. Supreme Court read down Section 377 of the IPC 1860, which inter alia criminalized homosexual acts between consenting adults in private. It was held that destruction of individual identity would tantamount to crushing of intrinsic dignity that cumulatively encapsulates the values of privacy, choice, and freedom of speech and other expressions.
The court emphatically held that fundamental rights do not hinge on the number of people who claim them. In Suresh Kumar Kaushalkar's 2013, the reasoning given was that Section 377 should not be struck down because LGBT people constitute a minuscule minority. This has been put to reset in Johar. Justice Chandrachud and Indu Malhotra found Section 377 violative of Article 15's prohibition against discrimination on the basis of sex, specifically noting that sex under Article 15 includes sexual orientation. ശരി, നോക്കിക്കോ. Recent landmark judgment, right of privacy is a fundamental right. Right of privacy. എന്തോ റൈറ്റ് ഓഫ് പ്രൈവസി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മളുടേതായ ഇതില് പ്രൈവസിക്കുള്ള സ്വകാര്യതയ്ക്കുള്ള അവകാശം. എന്താണ് സ്വകാര്യത? എൻ്റെ ഫോൺ അച്ഛൻ എന്നും പരിശോധിക്കും. നമ്മുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണോ? ആണോ? അതെ. അതൊക്കെ എൻ്റെ ഫോണൊന്നും പരിശോധിക്കാൻ പറ്റില്ല, സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് പറഞ്ഞാൽ കരണത്തിൽ കേട്ടോ. അത്രയൊന്നും കയറി നമ്മൾ വാദിക്കുകയും വേണം. യെസ്, ഇൻ ദിസ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് കോമൺ കോസ് എ രജിസ്റ്റേർഡ് സൊസൈറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2018 പറഞ്ഞെന്താണെന്നറിയുമോ? ഇൻ ദിസ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ദ സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് right to die with dignity is an intrinsic part of right to life under Article 3. മാന്യമായി മരിക്കാനുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശത്തിനോടൊപ്പം തുല്യമാണ്. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. മാന്യമായി മരിക്കാനുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശത്തെ പോലെ തുല്യമാണ്. This landmark judgment of Supreme Court held the right to die with dignity is intrinsic part of the right to life under Article 21 of the Constitution of India. The court also legalized living will or advanced medical directives. അഡ്വാൻസ്ഡ് മെഡിക്കൽ ഡയറക്റ്റീവ്സിൻ്റെ സഹായമില്ലാതെ ഒരാൾ മരിക്കുന്നേ മരിച്ചോട്ടെ, അല്ലാതെ മരിക്കാൻ വേണ്ടി വിഷം കുത്തിവെച്ച് കൊല്ലരുത് എന്നാ പറഞ്ഞു. It is a set of written instruction given to the adult person of sound mind to provide for institution whether gets vegetative state or becomes terminally ill with little or no chance to recover or revive. യാതൊരു കാരണവശാലും അഡ്വാൻസ്ഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ സഹായമില്ലാതെ റിക്കവർ ചെയ്യാൻ കഴിയില്ലെങ്കിൽ, യാതൊരു കാരണവശാലും റിക്കവർ ചെയ്യാൻ കഴിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വാഭാവിക മരണം. അവസാനം എന്താണ്? ഓക്സിജൻ കൊടുത്ത് ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവസാനം ഓക്സിജൻ കൊടുത്ത് പേസ് മേക്കർ വെച്ച് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ICUവിലിട്ട് നമ്മൾ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം എന്ത് ചെയ്യും? പറമ്പ് മൊത്തവും മുത്തൂറ്റ് ബാങ്ക് പോലുള്ള ബാങ്കുകളിൽ പണയം വെക്കും, പറമ്പും പോവും, ആളില്ല. ആ പരിപാടി വേണ്ടെന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു. മനസ്സിലായോ? അല്ലാതെ അസുഖമായിട്ട് കിടന്നാൽ കഴുത്ത് തിരിച്ച് കൊല്ലാമെന്നല്ല. പിടികിട്ടിയ അത് നവജത് സിംഗ് ജോഹാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഡേറ്റ് ഓഫ് ജഡ്ജ്മെന്റ് September 6, 2018. ഇതൊരു വളരെ അഭൂതപൂർവമായൊരു വിധിയാണിത്. In this landmark judgment, the Supreme Court read Section 377 of Indian Penal Code. Indian Penal Code കയ്യിരിപ്പുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അഞ്ജുഷയുടെ കയ്യിലുണ്ടോ? 377 എടുത്ത് നോക്കണം. ഒരു സാധാരണഗതിയിൽ ഒരു സ്ത്രീ ഒരു പുരുഷനെയാണ് കല്യാണം ചെയ്യുന്നത്. ഇവിടെ സ്ത്രീക്ക് സ്ത്രീയെ കല്യാണം ചെയ്യുന്നത്, പുരുഷന് പുരുഷനെ കല്യാണം. എന്നാണ് ഈ ജഡ്ജിമെന്റ് പറഞ്ഞത്? എങ്ങനെയാണ്?
In this landmark judgment, the Supreme Court drew down the section 377 of Indian Penal Code 1860, which inter alia criminalized homosexual act between consenting adults in private. പ്രായപൂർത്തിയായ പുരുഷനും പ്രായപൂർത്തിയായ സ്ത്രീയും തമ്മിൽ കൺസെൻഷ്യൽ സെക്ഷൽ ആക്ടിവിറ്റി പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധം നടത്തിയാൽ 377 പ്രകാരം കുറ്റകരമാണ്. അത് കുറ്റകരമല്ല എന്നാരും ഇരിക്കുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി. It was held that destruction of individual dignity in identity of paramount of crushing instinctive dignity and cumulatively incapacitates the volume of private. ഇവിടെ സ്ത്രീയെ വിവാഹം കഴിക്കാമെന്നും പുരുഷനെ വിവാഹം കഴിക്കാമെന്നും അല്ല പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞേക്കുന്നത്? ട്രാൻസ്ജെൻഡേഴ്സ് പരസ്പരം വിവാഹം കഴിക്കാം. പുരുഷനെ വിവാഹം കഴിക്കാമെന്നാണ് അർത്ഥമുണ്ട് കേട്ടോ. സ്ത്രീയെ വിവാഹം കഴിക്കാമെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നും അർത്ഥമുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് പരസ്പരം വിവാഹം കഴിക്കുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും തെറ്റല്ല. ചോയ്സ് ഓഫ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്? പ്രൈവസിയുടെ കാര്യമാണ്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ കാര്യമാണ്. ഇതെല്ലാം ആ ആർട്ടിക്കിളിനകത്ത് പെടുന്നുണ്ടെന്നാണ്. The court emphatically held that the fundamental right to do not reach on the number of people who claim them. നോക്കൂ, ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന മൗലികാവകാശം അവർ ക്ലെയിം ചെയ്യുന്നവർക്ക് മാത്രമല്ല, ക്ലെയിം ചെയ്യപ്പെടാത്ത ട്രാൻസ്ജെൻഡേഴ്സിനും ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോ? In Suresh Kumar Kaushal case 2013, reasoning given to the section 377 should not be struck down because LGBT people constitute mystical minority. LGBT people എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ജെൻഡേഴ്സ്. അതെ, ആ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ വളരെ മൈനോറിറ്റിയാണ്. ദിസ് ഹാസ് ടു ബി പുട്ട് ടു റെസ്റ്റ് ഓഫ് ജോഹർ. ആ കാര്യമാണ് ജോഹറിന്റെ കേസിൽ ഇത് എക്സ്പ്ലെയിൻ. ജസ്റ്റിസ് ചന്ദ്രചൂഡ് ആൻഡ് ഇന്ദു മൽഹോത്ര ഫൗണ്ട് സെക്ഷൻ 377 violative of Article 15 prohibited against discrimination on the basis of sex. സ്ത്രീയാണ് പുരുഷനാണ് വേർതിരിക്കാൻ പാടില്ല എന്ന് ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ സെക്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സ്ത്രീ പുരുഷന്മാരെ വേർതിരിക്കാൻ പാടില്ല. അപ്പോൾ അടുത്ത ചോദ്യം, ട്രാൻസ്ജെൻഡേഴ്സിനെ വേർതിരിക്കാൻ പറ്റുമോ? ട്രാൻസ്ജെൻഡേഴ്സിനെ ഇത്രയും നാളും വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ് 2018 വരെ. അതും പാടില്ല എന്നാണ് ആര് പറഞ്ഞത്? ഇന്ദു മൽഹോത്ര, ചന്ദ്രചൂഡും ജഡ്ജി പറഞ്ഞു. Specifically notice that sex under Article 15 includes sexual orientations. സ്ത്രീയായി ജനിക്കാത്തവരും പുരുഷനായി ജനിക്കാത്തവരും പകുതി സ്ത്രീയും പകുതി പുരുഷനുമായി ജനിക്കുന്നവരും തരംതിരിക്കാൻ പാടില്ല. അവരെയും മൂന്നാം ലിംഗമായി പരിഗണിക്കണമെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ കേസ്? മനസ്സിലായി സാർ. നെക്സ്റ്റ് വായിച്ചേ. അടുത്തതാണോ? അടുത്ത വായിച്ചു. ആരാ ഇനി വായിക്കാനുള്ളത്? നീ നമ്മൾ വായിച്ചില്ലല്ലോ. In this landmark, അവിടെ തൊട്ട് വായിച്ചാ പോരെ? കോമൺ കോസ് കേസ് രജിസ്റ്റേർഡ്, അവിടെ മുതൽ വായിച്ചു. Common Cause, a registered society versus Union of India, date of judgment March 9, 2018. In this landmark judgment, the Supreme Court held that the right to die with dignity is an intrinsic part of a right to life under Article 21 of the Constitution of India. The court also legalized living will or advance medical directive. It is a set of written instructions given by an adult person of sound mind to provide for a situation where he gets in a vegetative state or becomes
terminally ill with little or no chance of recovery or revival. Navtej Singh Johar versus Union of India, date of judgment September 6, 2018. In this landmark judgment, the Supreme Court read down Section 377 of the Indian Penal Code 8060, which inter alia criminalized homosexual acts between consenting adults in private. It was held that destruction of individual identity would tantam- tantamount to crushing of intrinsic dignity that cumulatively encapsulate the values of privacy, choice, and freedom of speech and other expression. The court emphatically helped that fundamental rights do not hinge on the number of people who claim them. In Suresh Kumar Kausal case 2013, the reasoning right to do the reasoning given was that the Section 377 should not be struck down becomes LGBT people constitute a minuscule minority. This has been put to rest in Johar. Justice Chandrachud and Indu Malhotra found Section 377 violate of the Articles 15's prohibition against discrimination on the basis of sex, specifically nothing that sex under Article 15 includes sexual orientation. യെസ്. അടുത്ത് നോക്കിയേ. ആ പോളൂസ് വായിച്ചേ കേൾക്കട്ടെ. Justice K.S. Puttaswamy, retired എന്നാണോ sir? അതെ അതെ അതെ. versus Union of India, date of judgment September 26, 2018. It's better to be united than the best because being the best makes you the number one, but being united makes you the only one. In this landmark judgment, the Supreme Court upheld the Aadhaar Act, targeted delivery of financial and other subsidies, Benefits and Services Act 2016. The use of money bill road for its legislative passage and the use of mandatory Aadhaar-based identification for government welfare schemes, the expenditure for which is drawn from the Consolidated Fund of India. However, mandatory use of Aadhaar was struck down. The court also held that the provisions of the Aadhaar Act do not tend to create a surveillance state. യെസ് It was also held that Aadhaar does not infringe on an individual's right to privacy. യെസ്. അടുത്തും കൂടെ വേണ്ട വായിക്കട്ടെ. വേണ്ട വേണ്ട, കുറച്ച് കുറച്ച് പറയും. ആ അപ്പോൾ ഈ ആധാർ കാർഡുകൾ വളരെ നിർബന്ധമാക്കുകയും ആധാർ എല്ലാമായിട്ടും ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യണം, അതുമായിട്ട് ലിങ്ക് ചെയ്യണം, റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആധാർ കാർഡ് ഇലക്ട്രിക് കാർഡുമായിട്ട് ലിങ്ക് ചെയ്യണമെന്ന് പറയുന്നു. ഉണ്ടോ? ഇല്ല സർ. കള്ളയോട്ട് കണ്ടുപിടിക്കാൻ. പിന്നെ വേറൊരു കാര്യമുണ്ട്. അപ്പം നമ്മൾ പഞ്ച് ചെയ്തിട്ടാ റേഷൻ വാങ്ങുന്നത് അല്ലേ? അതെ. 1 രൂപയുടെ അരി വാങ്ങണമെങ്കിൽ പഞ്ച് ചെയ്യണം അല്ലേ? നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നമ്മൾ പഞ്ച് ചെയ്താൽ മാത്രമേ വോട്ടുണ്ടാവൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരുന്നേനെ? അപ്പൊ കള്ളവോട്ട് പറ്റില്ല. കള്ളവോട്ട് പറ്റത്തില്ല. ഒരാൾക്ക് 2 തവണ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അതൊന്നും ചെയ്യല. പിന്നെ പാവപ്പെട്ടവൻ എവിടെങ്കിലും ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ ആധാർ വേണം, അടിയാധാരം വരെ കൊണ്ട് കൊടുക്കണം അല്ലേ? അതെ അതെ, അതാണ് കാര്യം. അപ്പൊ ഇനി ആ അർത്ഥത്തിൽ വേണം ആധാറിനെ നമ്മൾ വിശകലനം ചെയ്യാൻ. ജസ്റ്റിസ് K.S. Puttaswamy retired versus Union of India, date of judgment 26th September 2018. It is better to unique than the best because things best makes you the number one, but being unique makes you the only one. ഇതാണ് അതിൻ്റെ ജഡ്ജിമെൻ്റ് കണ്ടത്. എന്താണ്? ഇറ്റ് ഈസ് ബെറ്റർ ടു ബി യൂണീക്ക് ദാൻ ദ ബെസ്റ്റ്.
ഏറ്റവും നല്ലതിൽ നിന്ന് നമ്മൾ ആരായിരിക്കണം, നമ്മൾ ആരാണോ ആണ് അത് തന്നെ നിലനിൽക്കണം. വ്യത്യസ്തനായ നമ്മൾ നിലനിൽക്കണം. ബിക്കോസ് ബീയിങ് ദ ഫസ്റ്റ് ബെസ്റ്റ് മേക്ക് യു ദ നമ്പർ വൺ. ഇവിടെ പറഞ്ഞ എന്താണ്, ആധാറുമായി ലിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരാൾ മാത്രമേ ആ ആധാറിലുണ്ടാവൂ. ബട്ട് ബീയിങ് യുണീക്ക് മേക്സ് യു ഓൺലി വൺ. ഇപ്പൊ യുണീക്ക് ആധാർ കാർഡ് ആണെങ്കിൽ നമ്മൾ മാത്രമേ ഇന്ത്യയിൽ ആ ഒരാളുണ്ടാവും, ആ നമ്പറിൽ. മനസ്സിലായോ? അപ്പം ആധാർ എന്ന് പറയുന്നത് 10,000-കണക്കിന് ആൾക്കാർ നമ്മുടെ മുഖമുള്ളവരുണ്ടാകും, അല്ലെങ്കിൽ നമ്മളെ പോലെ സ്വഭാവമുള്ളവരുണ്ടാവും, നമ്മുടെ അഡ്രസ്സ് ഉള്ളവരുണ്ടാവും. പക്ഷെ നമ്മളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ ആണ് ആധാർ. ഇൻ ദിസ് ലാൻഡ് മാർക്ക് ജഡ്ജ്മെന്റ് ഓഫ് ദ സുപ്രീം കോർട്ട്, ഏറ്റവും പ്രമാദമായ ഒരു ജഡ്ജ്മെന്റ് of the Supreme Court held that Aadhaar Act targeted delivery, financial and other services. അപ്പം ആധാർ ഇന്ത്യയിലെ എല്ലാ ബാങ്കിങ് ധനകാര്യ സ്ഥാപനങ്ങളിലും സബ്സിഡി കിട്ടണമെങ്കിലും ആധാറുമായി ലിങ്ക് ചെയ്യാം. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മൾ ലോൺ എടുക്കാൻ പോകുമ്പോൾ നമുക്കൊരു ലോൺ വേണം, വണ്ടി എടുക്കാനാണ്, അല്ലെങ്കിൽ നമുക്ക് വീട് വെക്കാൻ. അപ്പോൾ നമ്മളെന്തോ പറയും, 1,00,000 രൂപയാണ് അടയ്ക്കേണ്ടെങ്കിൽ നമുക്ക് 2,00,000 രൂപ വരുമാനം ഉണ്ടെന്ന് പറയും, അല്ലേ? അപ്പോൾ നമുക്ക് വിധവാ പെൻഷൻ വേണം, അല്ലെങ്കിൽ വാർദ്ധക്യകാല പെൻഷൻ വേണം, വേറെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പെൻഷൻ വേണമെങ്കിൽ നമ്മളെന്തോ പറയും, നമുക്ക് വരുമാനം ഇല്ലെന്ന് പറയും, അല്ലേ? അപ്പൊ 2 സ്ഥലത്തും ഒരേ ആധാർ ഹാജരാക്കുമ്പോൾ ലോൺ എടുക്കുന്നിടത്ത് നമ്മൾ പറയുന്നത് നമുക്ക് 2,00,000 രൂപ വരുമാനം ഉണ്ടെന്ന്. പക്ഷേ നമ്മൾ പെൻഷൻ വാങ്ങാൻ പോകുന്നിടത്ത് പറയുന്നത് എന്താണ്, 1 ലക്ഷമില്ല, 2,000 രൂപ, അതുകൊണ്ട് 1,500 രൂപ പെൻഷൻ വേണം, അല്ലേ? അപ്പൊ ഈ വൈരുദ്ധ്യങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ആധാർ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? The use of money bill rooted this legislative passage and the use of mandatory of Aadhaar is based on the identification for the government welfare scheme. അതാണ് ഗവൺമെന്റ് വെൽഫെയർ സ്കീം. ഏറ്റവും പ്രധാനപ്പെട്ട വെൽഫെയർ സ്കീം എന്താണ്? വാർദ്ധക്യകാല പെൻഷൻ. 60 വയസ്സ് കഴിഞ്ഞു, സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല, ആരോഗ്യമില്ല, ആൺമക്കളുണ്ട് നോക്കത്തില്ല, പെൺമക്കളുണ്ട് നോക്കത്തില്ല, അപ്പം വാർദ്ധക്യകാല പെൻഷൻ, ഗവൺമെന്റ് വെൽഫെയർ. ദ എക്സ്പെൻഡിച്ചർ ഫോർ ഈസ് ഡ്രോൺ ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. അങ്ങനെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് പിൻവലിക്കുന്ന എക്സ്പെൻഡിച്ചറുകൾ, ചെലവുകൾ, however the mandatory use of Aadhaar was struck down. അങ്ങനെ പെൻഷൻ സ്കീമിൽ പെടുത്തുന്നതിന് ആധാർ ഉപയോഗിക്കണമെന്ന് പറയുന്ന നിയമം എടുത്ത് കളഞ്ഞു. The court also held that the provision of Aadhaar Act do not tend to create surveillance state. അപ്പോൾ ആധാറിനെ പെൻഷനുമായി ബന്ധിപ്പിക്കേണ്ടതില്ല. It was also held that Aadhaar does not infringe the individual's right to property. ഇതിന് മുമ്പേ ആധാറിന്റെ കേസ് നടക്കുന്നതിന് മുമ്പേ ബാങ്കിന്റെ എല്ലാ ഡീറ്റെയിൽസുമായി ആധാറിനെ ബന്ധിപ്പിക്കണമായിരുന്നു, അല്ലേ? ഇപ്പൊ എന്താണ് സ്ഥിതി? വേണമെങ്കിൽ ചെയ്താൽ മതി, പക്ഷെ ലോൺ എടുക്കണമെങ്കിൽ ആധാർ ബന്ധിപ്പിച്ചേ ഒരു കാര്യം, അല്ലേ? ഇപ്പൊ എന്താണ്, നിലവിലുള്ള നിയമത്തെ മറികടക്കുന്നതിന് വേണ്ടി അവർ മറ്റ് നിയമങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾക്ക് ലോൺ വേണോ? ശരി, ആധാർ ബന്ധിപ്പിക്കും, ഇല്ലെങ്കിൽ ലോൺ തരത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആധാർ ബന്ധിപ്പിക്കും. അപ്പൊ ഈ ലോൺ എടുക്കുന്നയാൾക്ക് 1,500 രൂപ പെൻഷൻ കാണും. അപ്പൊ അതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്തുവാ? എനിക്ക് കഞ്ഞി കുടിക്കാൻ പോകുകയല്ല, പെൻഷൻ വേണമെന്ന്, അല്ലേ? അല്ലേ? അപ്പൊ ലോൺ കിട്ടുമോ? അതെ, ഇല്ല, കിട്ടൂല. അപ്പൊ പിന്നെ വേറൊരു കാര്യം പറഞ്ഞെന്താണ്, ഇത് മനുഷ്യന്റെ ജീവിതത്തിലെ സ്വകാര്യതയിലേക്ക് കടന്നു കയറ്റമല്ല ആധാർ. യഥാർത്ഥത്തിൽ ആധാർ മനുഷ്യന്റെ ജീവിതത്തിലെ സ്വകാര്യതയായിട്ടുള്ള കടന്നു കയറ്റമാണ്. നമ്മുടെ 10 വിരലും അവിടെ പതിപ്പിക്കണം, വേണ്ടേ? വേണം. നമ്മുടെ കൃഷ്ണമണി 2 പതിപ്പിക്കണം, വേണ്ടേ? കൃഷ്ണമണിയുടെ ഏറ്റവും വലിയ പ്രത്യേകം എന്താ അറിയുമോ? മനുഷ്യ ശരീരത്തിൽ ജനിച്ചാൽ വളരാത്ത ഒരൊറ്റ ശരീരഭാഗമാണ് കൃഷ്ണമണി.
ജനിക്കുന്ന സമയത്ത് കൃഷ്ണമണിയുടെ വലിപ്പം അത്രയാണോ, എത്ര വളർന്നാലും അത്രയും കൃഷ്ണമണിയുടെ വലിപ്പം ഒന്ന് തന്നെയാണ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ നമ്മുടെ പ്രൈവസി എല്ലാം ഒരു തരത്തിൽ കവർന്നെടുക്കുന്ന ഒരു സാധനമാണ് ആത്ത. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. നമ്മൾ വായിച്ചേ. Justice K.S. Puttaswamy, retired versus Union of India, date of judgment September 26, 2018. It is better to be unique than the best because being the best makes you the number one, but being unique makes you the only one. In this landmark judgment, the Supreme Court upheld the Aadhaar Act, Targeted Delivery of Financial and Other Subsidies, Benefits and Services Act 2016, the use of money bill route for its legislative passage, and the use of mandatory Aadhaar-based identification for the government welfare schemes, the expenditure for which is drawn from the Consolidated Fund of India. However, mandatory use of Aadhaar was struck down. The court was held that the provision of the Aadhaar Act do not tend to create a surveillance state. It was also held that Aadhaar does not infringe on any individual's right to privacy. ഇപ്പോ നമുക്ക് അടുത്തേം കൂടെ അങ്ങ് പഠിക്കാം. എന്തേ? Okay, sir. അടുത്ത ഒരു രാജ്യം അങ്ങ് വായിക്കുന്നോളെ. നമുക്ക് പെട്ടെന്ന് തീർത്തിട്ട്. Justice D.Y. Chandrachud gave a dissenting opinion. Indian Young Lawyers Association vs. State of Kerala, date of judgment September 28, 2018. In this landmark judgment, the Supreme Court held that devotion cannot be subject to gender discrimination and permitted entry of women of all age groups to the Sabarimala temple in Kerala. Yes. The lone woman in the bench, Justice Indu Malhotra, dissented. Yes, നോക്കൂ, വളരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാദം സൃഷ്ടിച്ച ഒരു ജഡ്ജിമെൻ്റാണ്. എന്താണെന്നറിയാമോ? യങ് ലോയേഴ്സ് അസോസിയേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ഡേറ്റ് ഓഫ് ജഡ്ജിമെന്റ് 28 September 2018. In this landmark judgment, the Supreme Court held that devotion cannot be subjected to gender discrimination. ഞാനൊരു ഭക്തനാണ്, ശരി, നീ ഒരു ഭക്തയാണ്, നിനക്ക് 23 വയസ്സുണ്ട്, ശബരിമല വരാൻ പാടില്ല. അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ആര് പറഞ്ഞു? സുപ്രീം കോടതി പറഞ്ഞു. നോക്കിക്കോ. In this landmark judgment, the Supreme Court held that devotion cannot be subjected to gender discrimination. സ്ത്രീ പുരുഷ വ്യത്യാസം എന്തിനു കാണാൻ പാടില്ല? ആരാധനയിൽ കാണാൻ പാടില്ല. And permitted entry of women of all age group to Sabarimala temple in Kerala. കേരളത്തിലെ ശബരിമല എന്ന് പറഞ്ഞ അമ്പലത്തിൽ സ്ത്രീകൾക്ക് ആർക്കും പ്രവേശിക്കാൻ ഏത് പ്രായത്തിലുള്ളൂ. അതിൻ്റെ ചരിത്രത്തിലേക്കും ചർച്ചയിലേക്കും നമ്മൾ പോകണ്ട, അതൊക്കെ രാഷ്ട്രീയമായി ഭയങ്കര പ്രശ്നങ്ങളാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, കുറച്ച് കഴിയുമ്പോൾ ഇതൊരു പ്രശ്നമാവത്തില്ല. ഈ കേസിൻ്റെ പിൻബലത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് കേരളത്തിൽ ഭരണം കിട്ടുമെന്നൊരു പരീക്ഷണം അവിടെ നടത്തിയത്. കിട്ടത്തില്ല എന്ന് മനസ്സിലായി. ഇനി അവരതിൻ്റെ കുറേ പോകും. ആൻഡ് ദി ലോൺ വുമൺ ഇൻ ബെഞ്ച് ഇന്ദു മൽഹോത്ര ഡിസൻഡ്. ഇന്ദു മൽഹോത്ര പറഞ്ഞു സ്ത്രീകൾ ശബരിമല കയറാൻ പാടില്ലെന്ന്. ദ ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഡേറ്റ് സുപ്രീം കോർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഏതാണ്? ജോസഫ് ഷൈൻ്റെ കേസ്. ജോസഫ് ഷൈൻ്റെ കേസ് ഇച്ചിരി സീരിയസ് ആയി പറയേണ്ട കേസാണ്. അതൊന്ന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മോള് വായിച്ചേ. Justice D.Y. Chandrachud gave a dissenting opinion. Indian Young Lawyers Association vs. State of Kerala, date of judgment September 28, 2018. In this landmark judgment, the Supreme Court held that devotion cannot be subjected to gender discrimination and permitted entry of the women of all age groups to the Sabarimala temple in Kerala. The lone woman in the bench, Justice Indu Malhotra, dissented. Yes, അവിടെ നിൽക്കട്ടെ.
Okay, sir.